ഞാൻ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മ വൈബ് എന്ന് തന്ത വൈബ് എന്നൊക്കെ പറയാം, പക്ഷേ എനിക്ക് ക്ലീൻ ആയിട്ടുള്ള, അതായത് ടൈംലെസ് ആയിട്ടുള്ള ഡിസൈനിൽ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. നമ്മുടെ വാഹന ലോകത്ത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കമ്പനി എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും, അത് വോൾവോ ആണ്. ഫോർ എക്സാമ്പിൾ സീറ്റ് ബെൽറ്റൊക്കെ. ഈ ഒരു വണ്ടിക്ക് വോൾവോ കൊടുത്തിട്ടുള്ള ഒരു സേഫ്റ്റി മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തൂസിയാസ്റ്റുകൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. എന്തായാലും വോൾവോയുടെ ഫ്ലാഗ്ഷിപ്പ് SUV ആണിത് XC90. ഈ X90യുമായിട്ട് ഫ്രണ്ടിൽ സാമ്യങ്ങളുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഗ്ലോബലി ഡെബ്യൂ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കേരളത്തിൽ എത്തിയത് ഈ അടുത്താണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ XC90 ഉണ്ട്. വോൾവോയുടെ ഫ്ലാഗ്ഷിപ്പ് SUV ആയിട്ടുള്ള XC90ക്ക് ഇവിടെ 1,03,00,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വോൾവോയുടെ XC90യുടെ പ്രധാനമായ മാറ്റം മുന്നിലും പിന്നിലുമാണ്. അപ്പോൾ തോർ ഹാമർ എന്നുള്ള ഷേപ്പുള്ള LED ഹെഡ് ലാംപ്സ്, താഴെ ബമ്പറിലെ ആ ഒരു എലമെൻറ്റുകൾ, പുതിയ ഗ്രില്ല്, ഇതാണ് ഒറ്റ വാക്കിൽ ഈ ഫേസ് ലിഫ്റ്റിലെ കാര്യമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ക്യാമറ കാണാം, റഡാറുള്ള അഡാസുള്ള ഒരു വണ്ടിയാണിത്. താഴെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പിന്നെ വലിയ ബോണറ്റ് ഏരിയ എഞ്ചിനിലേക്ക് വരാം. ഗ്ലാസ് ഏരിയ കണ്ടോ, ഈ ഒരു ഗ്ലാസ് ഏരിയയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ പനോരമിക് സൺറൂഫും ആ ഒരു റൂഫ് റെയിൽസും കാണാമെന്നുള്ളതാണ്. ഇനി ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് തീർത്തും കണ്ണിന് ഇമ്പമുള്ള, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ്. എനിക്കിത് വളരെ ഇഷ്ടമാണ്. ഈ ഒരു വീൽ എന്ന് പറയുന്നത് കുറച്ച് വലിയ ഒരു ടയറാണിപ്പോൾ, അതായത് വീൽ സൈസ് അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ വശങ്ങളിലെ ബോർഡർ ലൈനുകളിലൊക്കെ ആ ഒരു ക്രോം എലമെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. മിററിൽ ക്യാമറയുണ്ട്, LED ഇൻഡിക്കേറ്റർ ഉണ്ട്, ബോഡി കളറായിട്ടുള്ള ആ ഒരു ഡോർ ഹാൻഡിൽസും കൂടി കാണാം. ബോഡി ലൈനൊക്കെ കണ്ടോ, അതായത് ശരിക്കും വോൾവോയുടെ തനതായിട്ടുള്ള ആ ഒരു സ്റ്റൈലാണ് ഈ വണ്ടിക്ക്. അതായത് നമുക്കറിയാം ആ ഒരു വീൽ ആർച്ച് പോലുള്ള ബോഡി ലൈൻസുകളും അല്ലെങ്കിൽ വണ്ടിയുടെ അളവുകളൊക്കെ വിസിബിൾ ആവുന്ന തരത്തിലുള്ള ആ ഒരു ഡിസൈൻ എലമെൻറ്റുകളൊക്കെ ഈ വോൾവോയിലുണ്ട്, അല്ലെങ്കിൽ XC90യിലുണ്ട്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡാമ്പേഴ്സ് ഉള്ള ഈ ഒരു വോൾവോ XC90യുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് എയർ സസ്പെൻഷനാണ്. 20 ഇഞ്ചാണ് വീല്, വലിയ വീലാണ് എന്നുള്ളതാണ്. ആ ഒരു വീലിൻ്റെ ഡിസൈൻ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കത് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വീലാണ്. 275/45 R20 R20 ആ വീലിൻ്റെ സൈസ് എന്നുള്ളതാണ്. 20 mm വരെ താഴേക്കും 40 mm വരെ മുകളിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എയർ സസ്പെൻഷനാണിത്. പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ ഡിഫോക്കൽ ലൈൻസ് നമ്മൾ അധികം കാണാറില്ല. ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള പില്ലറുകൾ കാണാറില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ പ്രീമിയം ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മുകളിൽ കൊടുത്തുള്ള റൂഫ് റെയിലിൽ ഒരു അലുമിനിയം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ഉണ്ട്. കൂടാതെ പാർക്കിംഗ് സെൻസേഴ്സ് വശങ്ങളിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഈ ഒരു വോൾവോയുടെ XC90 എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പുതുമയൊക്കെ വന്നപ്പോൾ, കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ അതൊരിത്തിരി കൂടി ആകർഷകമായി എന്നാക്കി തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യൂ. വോൾവോ XC90യുടെ പിന്നിലൊരു വലിയ സ്പോയിലർ ഉണ്ട്. മാറ്റങ്ങളായിട്ട് പറയേണ്ട കാര്യമില്ല. ഷാർക്ക് ഫിൻ ആയതുകൊണ്ട് ചെറിയ ഷാർക്ക് ഫിന്നാണ്. പിന്നെ ലൈറ്റിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളുടെ LED ലൈറ്റാണ്. തീർത്തും നല്ല അറ്റൻഷൻ ടു ഡീറ്റെയിലിനകത്ത് ക്രിസ്റ്റൽ പോലുള്ള ഭാഗമൊക്കെ. ബമ്പറിൽ ക്രോം ഇൻസൈഡ് ഉണ്ട്, പാർക്കിംഗ് സെൻസറിൻ്റെ XC90 എന്നുള്ള സ്റ്റിക്കറും. കൂടാതെ ആ അറ്റത്ത് നമുക്ക് B5 എന്നുള്ള ഓൾ വീൽ ഡ്രൈവ് എന്നുള്ള ഗ്രാഫിക്സും കാണാം. ഇനി പവേർഡാണ് ടെയിൽ ഗേറ്റ്. ഈ ടെയിൽ ഗേറ്റ് പവേർഡ് ആണെന്ന് പറയുമ്പോൾ അത് ഊന്നി പറയാൻ ഒരു കാരണം പറയുന്നത് 3 റോ സീറ്റ് SUV ആണ്. അപ്പോൾ ലഗേജ് സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ്. ലഗേജ് സ്പേസ് ഉണ്ട്. ആ ഒരു ലഗേജ് സ്പേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യമുണ്ട്. പിന്നെ ഈ LED ടൈൽ ലാമ്പിലെ ഡീറ്റെയിലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു പുതിയ കാര്യമായിട്ടുള്ള കാര്യമാണ്. ബമ്പറിൽ കാര്യമായിട്ട് ഡിസൈൻ എലമെൻറ്റുകൾ വന്നിട്ടുണ്ട്. ക്രോം ഇൻസേർട്ടുകളുണ്ട്. ആ ഒരു വലിയ ചെറിയ റിഫ്ലക്ടർ പോലുള്ള ഭാഗം കാണാം. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ താഴെ കൊടുത്ത ആ ഒരു പീസിനും വെള്ള കളർ തന്നെയാണ്. നമുക്ക് ടെയിൽ പൈപ്പ് വിസിബിൾ അല്ലാന്ന് കാണാം. പിന്നെ ഹുമങ്കസ് ആയിട്ടുള്ള ഒരു വൈപ്പർ ബ്ലേഡ്, അത് വോൾവോ XC90 ഇപ്പോൾ കാണുന്നുണ്ട്. ഡിഫോഗർ ഉണ്ട്. മുകളിലെ ആ ഒരു ലൈറ്റ് കണ്ടില്ലേ. ഇവിടെ എയർ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തത് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും. ഈ സ്വിച്ചുകൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്ത് നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഈസിലി അത് ആക്സസ് ചെയ്യാമല്ലോ. പിന്നെ 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഹുക്ക് കാണുന്നുണ്ട്. ഈ കാർപ്പറ്റ് എന്ന് പറയുന്നത് തീർത്തും സോഫ്റ്റ് കാർപ്പറ്റാണ്. പിന്നെ ഈ ഒരു പാഡ് അങ്ങോട്ട് പൊക്കി കഴിയുമ്പോഴേ ഇതെന്തിനുള്ളതാണ്? ഇതെന്ന് പറയുമ്പോൾ ഇത് ഞാനങ്ങ് മടക്കുകയാണേ. ഇതും മടക്കുകയാണ്. ഇപ്പോൾ ഈ ട്രേ വെച്ചു. ഒരു പാർട്ടീഷനായില്ലേ. ഈ പാർട്ടീഷനായിട്ട് ഇവിടെ ലഗേജ് വെക്കാനും അവിടെ അത്യാവശ്യം വേണ്ടുന്ന ലഗേജ് അപ്പുറത്ത് വെക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടീഷനായിട്ട് കാണാം. പിന്നെ ഇത് നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ പൊക്കാം. ഇത് മൊത്തത്തിൽ പൊക്കിയാൽ സ്പെയർ വീൽ കാണാം. സ്പെയർ വീൽ അലോയല്ല. വോൾവോ XC90യുടെ ഞാൻ ഇരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സീറ്റാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, തൈ സപ്പോർട്ട് വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്. ഈ സീറ്റിൻ്റെ കാര്യത്തിന് കൂടെ പറയേണ്ടത് ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ്മെൻറ്റും മാനുവൽ ആണെന്ന് പറയണം. പിന്നെ ഡിജിറ്റലാണ് ക്ലസ്റ്റർ. ഈ 11.2 ഇഞ്ച് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ബേസ്ഡ് മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഇൻഫോർട്ടൈൻമെന്റ് സ്ക്രീൻ എന്ന് പറയുന്നത് കുറച്ച് പൊക്കി വെച്ച പോലെ വലിപ്പം കൂടാനായിട്ട് ഇവർ വലിയ സ്ക്രീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും
ഉപയോഗിച്ചില്ല എന്നുള്ളത് വേണമെങ്കിൽ നല്ല കാര്യമായിട്ടോ അല്ലെങ്കിൽ നല്ല കാര്യമല്ലാതെയോ പറയാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ടേക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഡാഷ്ബോർഡിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ചെറിയ ഇൻസേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫാബ്രിക് പോലുള്ള ഇൻസേർട്ട് നല്ലതാണ്, നല്ല ഭംഗിയുള്ള ഇൻസേർട്ടാണ്. പിന്നെ ഇവിടെ കൊടുത്ത വുഡൻ ഫിനിഷ് നല്ലതാണ്. സ്പീക്കേഴ്സ് ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിൻ്റെ ആ ഒരു സ്പീക്കേഴ്സാണ്. ഈ സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചൈനയിൽ ഈ സ്പീക്കറുകൾ ഫേക്ക് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഓക്കെ, അത് മാറി ഇപ്പോൾ എല്ലാ സ്പീക്കേഴ്സും വന്നിട്ട് ചൈനയിലത്തെ കാര്യമൊക്കെ വേറെ കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ അത് ബാധകമല്ല. ഡോർ പാഡിലാണെങ്കിലും ആ ഒരു വെനീർ ഫിനിഷുള്ള കാര്യങ്ങളുണ്ട്. സ്പീക്കേഴ്സിൻ്റെ ഗ്രില്ലൊക്കെ നല്ല മനോഹരമാണ്. മെമ്മറി സീറ്റ്സ് ആണ്. ഈ ലെതർ സീറ്റിൻ്റെ ബോൾസ്റ്ററിങ് കൊള്ളാം, ഇതിൻ്റെ സപ്പോർട്ട് കൊള്ളാം, ഇതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ ആ ഒരു ഫിനിഷിങ് കൊള്ളാം. ഇത് തീർത്തും ഒരു ലക്ഷൂറിയസ് സ്പേസ് ആണ് എന്ന് തന്നെ പറയേണ്ട കാര്യമാണ്. നമ്മുടെ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്ക്രീനിൻ്റെ ഡിസൈൻ, ഈ ഒരു സെൻട്രൽ കൺസോള്, ഈ ഭംഗിയുള്ള സൂട്ട് കേസിൻ്റെ ഡിസൈനുള്ള ഈ ഒരു കീ എന്ന് പറയുന്നതൊക്കെ വോൾവോയുടെ പ്രത്യേകതയായിട്ട് പറയാം. വയർലെസ് ചാർജിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ ചാർജിങ് പാഡ് ഉണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്താൽ കപ്പ് ഹോൾഡേഴ്സ് കാണാം, നല്ല കപ്പ് ഹോൾഡേഴ്സാണ്. വലിയൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആംറസ്റ്റിനകത്ത് മൾട്ടിപ്പിൾ ചാർജിങ് പോർട്ടുകളുണ്ട്. പിന്നെ ഈ ഗിയർ ലിവറിൽ അല്ലെങ്കിൽ ഗിയറിൻ്റെ നോബിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടില്ല. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് തിരിക്കുന്ന ആ ഒരു നോബ് തന്നെയാണ്. ഇവിടെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല എളുപ്പട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഗിയർ ഷിഫ്റ്റർ ഇഷ്ടമാണ് ആ ഒരു മാനുവൽ ലിവറിനേക്കാൾ. കാരണം നമ്മൾ ഡോറെങ്ങാനും ആക്സിഡൻ്റിൽ തുറന്നാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി പാർക്കിലാവുമല്ലോ, അതൊരു സേഫ്റ്റി ഫീച്ചർ അല്ലേ. ഇവിടെ വോളിയം കൺട്രോൾസും മൾട്ടിമീഡിയ കൺട്രോൾസൊക്കെ ഉണ്ട്. പക്ഷേ AC കൺട്രോൾസ് എന്ന് പറയുന്നത് ഫിസിക്കലല്ല, അത് സ്ക്രീനിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് സ്ക്രീനിൻ്റെ താഴെ അത് ഫിക്സഡ് ആണെന്നുള്ളതാണ്. ദോഷമെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സ്ക്രീനിൽ വേണം കളിക്കാനായിട്ടെന്നുള്ളതാണ്. അങ്ങനെ കളിക്കുമ്പോൾ ക്വിക്ക് കൺട്രോൾസ് ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് അത്യാവശ്യത്തിലധികം ഇൻറ്റ്യൂറ്റീവും അത്യാവശ്യത്തിന് റെസ്പോൺസീവാണ്. ഗൂഗിൾ സിസ്റ്റമാണ്, യൂട്യൂബ് ഉണ്ട്, ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ഡ്രൈവിംഗ് ചാനൽ പോലുള്ള കാര്യങ്ങൾ, കാർ സ്റ്റാറ്റസ് സെറ്റിംഗ്സിനകത്ത് നമുക്ക് ഈ അഡാസ് ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ തന്നെ കാണാം. ഡ്രൈവിംഗ്, കൺട്രോൾസ്, സൗണ്ട്, കണക്ടിവിറ്റി, പ്രൊഫൈൽസ്, ഓക്കെ. ഒരു നല്ല കാറിൻ്റെ ഒരു നല്ല സിസ്റ്റമാണ് എന്നാണ് ഈ ഒരു ഇൻഫോടൈൻമെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ കണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് ഇൻറ്റീരിയർ ആ ഒരു ബ്രൈറ്റ്നസ്സും ലോക്കിംഗ് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് ലൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് അഡാസിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെ കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും സേഫ്റ്റി അസിസ്റ്റൻസ് ആണെങ്കിലും ലൈൻ കീപ്പ് ആയിട്ടാണെങ്കിലും റെഡി ടു ഡ്രൈവ് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് സ്ക്രീനിനകത്തേക്ക്. എല്ലാം നമുക്ക് സ്ക്രീനിനകത്തൂടെ ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു ക്ലസ്റ്ററിനും ആ ഗുണങ്ങളുണ്ട്. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മൾട്ടിമീഡിയ ക്ലസ്റ്റർ ആയതുകൊണ്ട് തന്നെ മാപ്പും മുഴുവനായിട്ട് വിസിബിൾ ആവുന്ന കാര്യമുണ്ട്. സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗിയർ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഫ്യൂവൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇതിൻ്റെ നടുവിലൂടെ നമുക്ക് കൈ ഓടിക്കുമ്പോഴേ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണാട്ടോ. അതായത് ഇത് കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ കൂടുതൽ ഇതിനകത്ത് കൂടെ നമുക്ക് ആ ഒരു മാപ്പ് എല്ലാം വിസിബിളായിട്ട് കാണാം, ഫുൾ മാപ്പ് കാണാമെന്നുള്ള ഒരു ഗുണമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 2 സൈഡിലും ഫിക്സ്ഡായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ഫിക്സ്ഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ടാക്കോമീറ്ററും ആ ഒരു സ്പീഡോമീറ്ററും ഉള്ളത്. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പറയാനില്ലെന്ന് പറയുമ്പോഴും ആ ഡോർ പാഡിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡിലെ ഇൻസേർട്ടും കൂടാതെ പൊക്കി വെച്ചിട്ടുള്ള ആ സ്ക്രീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കിളാണ്, താഴെ സ്ക്വയർ ആക്കാനും അല്ലെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം ആക്കിയിട്ടില്ല എന്നുള്ള ഗുണമുണ്ട്. പിന്നെ സ്പീക്കേഴ്സിൻ്റെ ഡിസൈനും ആ നടുവിൽ കൊടുത്ത ട്വീറ്ററും തൊപ്പി പോലെ കൊടുത്തിട്ടുള്ള മീറ്റർ ക്ലസ്റ്ററിൻ്റെ ആ ഒരു ഭാഗമൊക്കെ മനോഹരമാണ് എന്ന് തന്നെ കാണാം. ഒരു സ്റ്റോറേജ് സ്പേസും ആ ബൂട്ട് ഓപ്പണിങ്ങും കാണാം. ഇതാണ് AC-യുടെ വെൻ്റ് എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഇടതുവശത്ത് ക്രൂയിസ് കൺട്രോൾ പോലുള്ള വണ്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളും വലതുവശത്ത് ക്ലസ്റ്ററിലെ മാറ്റങ്ങൾ ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചുകളും കാണാം. വോയിസ് കമാൻഡുമുണ്ട്. ഡോർ പാഡിലെ ഈ പ്ലേറ്റുകൾ അല്ലെങ്കിൽ സ്പീക്കർ ഗ്രില്ലൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. മെമ്മറി ഫംഗ്ഷനൊക്കെ നല്ലതാണ്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ സ്വിച്ചുകൾ കണ്ടോ, ഇവിടെയും അത്യാവശ്യത്തിന് വേണ്ടുന്ന സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. വോൾവോ XC90യുടെ മിഡിൽ സീറ്റ് എന്ന് പറയുന്നത് കംഫർട്ടബിളാണ്, ലക്ഷൂറിയസ് ആണ്. AC വെൻ്റുകൾ B പില്ലറിലുണ്ട്. നടുവിലായിട്ട് AC കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ 3 സോൺ AC ആണ് ഇതിന്. നടുവിലൊരു ഹമ്പ് ഉണ്ടെങ്കിൽ കൂടി 3 പേർക്ക് ഇരിക്കാൻ പറ്റും. ഈ സീറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, മുന്നോട്ടും അല്ലെങ്കിൽ പിന്നോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ 3rd റോ യൂസബിൾ ആണെന്നുള്ളതാണ്. ഡോറിൽ സ്പീക്കേഴ്സ് ഉണ്ട്. ആ ഒരു ലോക്ക് ബട്ടണൊക്കെ തീർത്തും ഹൈ ക്വാളിറ്റിയാണ്. കൂടാതെ ഒരു കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഒരു കർട്ടനൊക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു ചൂടത്തിരിക്കുമ്പോഴൊക്കെ ഉപകാരപ്പെട്ടേക്കാം. വോൾവോ XC90യുടെ സൺഷെയ്ഡ് എന്ന് പറയുന്നത് മാനുവലാണ്. ഇവിടെ ഒരു ബോട്ടിൽ വയ്ക്കുന്ന സ്ഥലമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നടുവിലെ AC വെൻസും AC കൺട്രോൾസും ഈസി ആക്സസിബിൾ ആണ്. ഇവിടെ B പില്ലറിലും AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് ബട്ടൺ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ 3rd റോയിലേക്ക് കയറുക എന്ന് പറയുന്നത് ഈസിയാണ്. അതായത് ഇവിടെ പിടിച്ചിങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറാം. പക്ഷേ ഈസി എന്ന് പറയുന്നത് കയറലിൽ മാത്രം തീരും. അതായത് അകത്തിരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കും ഒക്കേഷണൽ യാത്രകൾക്കും മാത്രമുള്ള 3rd റോ ആണ് വോൾവോ XC90. അതിൽ മാറ്റമൊന്നുമില്ല, കാണിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ, പറയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. നമ്മളിതിൻ്റെ കാര്യം പറയുമ്പോൾ ഫേസ് ലിഫ്റ്റാണ്. അകത്ത് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വണ്ടിക്കില്ല. ഫ്രെയിംലെസ് മിററും അല്ലെങ്കിൽ സൺറൂഫ് കൺട്രോൾസും ഒക്കെ തന്നെയും നല്ല പ്രീമിയമാണ്, എലഗൻ്റ് ആണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലോ ബോക്സ് തുറക്കുന്ന ബട്ടൺ കൊടുത്തുള്ള ഒരു പൊസിഷനാണ്. ഗ്ലോ ബോക്സ് തുറക്കാനുള്ള ബട്ടൺ നമ്മൾ ഒന്ന് തപ്പി നോക്കേണ്ടി വരും കിട്ടാനായിട്ട്. പക്ഷേ വളരെ ഈസിയാണ്. ആ ഒരു സെൻട്രൽ കൺസോളിൽ കൊടുത്തിട്ടുള്ള സ്വിച്ചുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഗ്ലോ ബോക്സ് തുറക്കാനുള്ളതാണ്. പിന്നെ സ്വിച്ച് കൺട്രോൾസൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. 247 HP 360 Nm ഉള്ള
2 ലിറ്റർ ടർബോ പെട്രോളാണ് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ മൈൽഡ് ഹൈബ്രിഡും ഉണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്തൂസിയാസ്റ്റുകളുടെ ആ ഒരു വിഷമം അല്ലെങ്കിൽ ഒരിത്തിരി ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കിയേക്കാമെന്ന് പറഞ്ഞ കാര്യം. കാരണം ഈ വണ്ടി 180 കിലോമീറ്റർ സ്പീഡിൽ ലിമിറ്റഡാണ്. പുതിയ സേഫ്റ്റി നോംസായിട്ട് വോൾവോ കാണിക്കുന്ന ഒരു കാര്യമാണത്. അതായത് വണ്ടിയുടെ സ്പീഡ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വോൾവോ XC90ക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല. ഇപ്പോൾ EX90യുടെ ഫേഷ്യ വന്നു, ആ പിൻവശങ്ങളിൽ മാറ്റം വരുത്തി, പിന്നെ വന്ന് വലിയ സ്ക്രീൻ വന്നുള്ളതാണ്. വലിയ സ്ക്രീൻ എന്നല്ല പറയണത്, കുറച്ച് ഉയർത്തി വയ്ക്കുന്ന സ്ക്രീൻ വന്നുള്ളതാണ്. ഈ സ്ക്രീൻ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു. നല്ല റെസ്പോൺസീവാണ്. തീർത്തും ഒരു ഗൂഗിൾ ഫോൺ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിശക്തിയൊന്നുമില്ല, നല്ല റെസ്പോൺസീവാണ്. ഇപ്പോൾ അഡാസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നോർമലായിട്ട് പ്രീമിയം വണ്ടിക്കൊക്കെ തന്നെ അതുണ്ട്. അത് വോൾവോ XC90ലും വ്യത്യസ്തമല്ല. ഇപ്പോൾ 1 കോടി 3 ലക്ഷം എന്ന് പറയുമ്പോൾ വണ്ടിക്ക് കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട്. ആ കൂടിയ പ്രൈസിനുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ രൂപത്തിലുള്ള മാറ്റവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി. മൈൽഡ് ഹൈബ്രിഡാണ്. ഏറെക്കുറെ 247 BHPയോളം പവറും 360 ന്യൂട്ടൺ മീറ്ററോളം ടോർക്കുമാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഈ പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഈ വണ്ടിയെ വലിച്ച് കൊണ്ടുപോകാൻ തക്കവണ്ണം പര്യാപ്തമാണ് എന്നുള്ളതാണ്. അതാണ് ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമുക്ക്. ആ സേഫ്റ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ കാറുകളിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ വോൾവോ എന്ന് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒരു തലതൊട്ടപ്പൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സീറ്റ് ബെൽറ്റ് ഇൻവെൻറ്റ് ചെയ്ത് പാറ്റൻറ്റ് വേണ്ട ലോകത്തിലെല്ലാം ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്ത പോലെ സ്പീഡ് ലിമിറ്റ് കുറച്ചു 180 ആക്കിയിട്ടുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നു കാരണമല്ല പറയുന്നത്. വേണമെങ്കിൽ അതിൻ്റെ കൂടെ പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് വോൾവോ ഇടിച്ചോ വോൾവോ അപകടത്തിൽപ്പെട്ടോ ആരും മരിക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വോൾവോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അൺഫോർച്ചുനേറ്റ്ലി ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപകടത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു സ്പീഡ് ലിമിറ്റ് വീണ്ടും കുറച്ചെന്ന് ഞാൻ കരുതുന്നത്. 180 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ സ്പീഡല്ല. സ്റ്റിൽ ശരിക്കും വണ്ടി ഇടിക്കുക പറഞ്ഞാൽ സ്പീഡിലല്ല. നമ്മുടെ ജെറമി ക്ലാർക്സൺ പറഞ്ഞ പോലെ സ്പീഡ് ആരെയും കൊല്ലുന്നില്ല, സഡൻലി ബിക്കം സ്റ്റേഷനറി, അതാണ് അപകടം എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ചൊരു കുറവുകൾ വരുത്താൻ ഈ സ്പീഡ് ലിമിറ്റ് കഴിയുമെന്നാണ് വോൾവോ കരുതുന്നത്. ഞാനങ്ങനെ കരുതുന്നില്ല. എന്തായാലും ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ്. നല്ല റൈഡ് ക്വാളിറ്റിയാണ്. ഇതിന് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ഡാമ്പേഴ്സുള്ള എയർ സസ്പെൻഷനാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉയരം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന 40 mm കൂട്ടാനും 20 mm വരെ താഴ്ത്താനും പറ്റുന്ന ഒരു സസ്പെൻഷനാണ്. കൂടാതെ 20 ഇഞ്ചാണ് വീല്. 20 ഇഞ്ച് വീൽ എന്ന് പറയുമ്പോൾ എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ വീലിൻ്റെ ആ ഒരു പ്രൊഫൈൽ കുറവ് അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ കുറവൊന്നും നമുക്ക് കാര്യമായിട്ട് ബാധിക്കില്ല. നല്ല റൈഡ് ക്വാളിറ്റിയാണ്. ലക്ഷറി വണ്ടിയുടെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റി ആയിരിക്കണം. കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം. ആ കാര്യത്തിൽ ഈ ഒരു വണ്ടി ക്ലീനായിട്ട് നമുക്ക് ഓക്കെ പറയാവുന്ന നിലയ്ക്കാണ്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് അതല്ലെങ്കിൽ എഞ്ചിൻ്റെ പെപ്പിനെസ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ 8 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നല്ല ഗിയർ ബോക്സാണ്. ഈ മൈൽഡ് ഹൈബ്രിഡ് കൂടെ ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല പെർഫോമൻസുള്ള എഞ്ചിനാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു 1 കോടി രൂപയുടെ SUVക്ക് നമുക്ക് വേണമെങ്കിൽ 3 ലിറ്റർ വേണം 4 ലിറ്റർ വേണം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ വണ്ടി എന്ന് പറയുന്നത് സേഫ്റ്റി ബേസ് ചെയ്തിട്ടുള്ള ഫാമിലി SUV ആണ്, ഫാമിലി ഫ്ലാഗ്ഷിപ്പ് SUV ആണ്. അതിന് ഈ എഞ്ചിൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഊന്നി പറയേണ്ട കാര്യം നമ്മൾ XC90 ഓടിച്ചിട്ടുണ്ട്. ഈ ഒരു ഫേസ് ലിഫ്റ്റിന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നത് രൂപത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, അതല്ലാണ്ടുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് പറയാനില്ല. എനിക്കിതിൻ്റെ സീറ്റിംഗ് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു കാഴ്ച നല്ലതാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്രേക്സ് നല്ലതാണ്. എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആണ് കാര്യങ്ങൾ. റൈഡ് ക്വാളിറ്റി എക്സെപ്ഷണലാണ്. അങ്ങനെ ഒരുപാട് പ്ലസ്സുകളുള്ള ഒരു SUV ആണ് ഈ ഒരു XC90 എന്നുള്ളതാണ്. ഇത് ഓൾ വീൽ ഡ്രൈവ് കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 4 വീൽ ഡ്രൈവ് അല്ലാന്ന് പോലും പറയാൻ പറ്റും, ഓൾ വീൽ ഡ്രൈവ് ആണെന്ന് പറയാം. ഇതിൻ്റെ സീറ്റ് മറച്ചിടുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇലക്ട്രോണിക്സ് അല്ല. കുറേ അധികം ഇലക്ട്രോണിക്സുകൾ കുത്തി നിറച്ചിട്ടില്ല. പിന്നെ പുതിയ തലമുറ വണ്ടികളുടെ പോലെ സ്ക്രീൻ വെച്ചിട്ട് ഡാഷ്ബോർഡ് നശിപ്പിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മ വൈബെന്ന് തന്തവൈബെന്ന് കുറേ, പക്ഷേ എനിക്ക് ക്ലീൻ ആയിട്ടുള്ള അതായത് ടൈംലെസ് ആയിട്ടുള്ള ഡിസൈനിൽ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ക്ലസ്റ്ററിൽ വേണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൊണ്ടുവരാറുന്നു പുതിയൊരു അപ്ഡേഷനിൽ, അത് ചെയ്തിട്ടില്ല. പക്ഷേ ഹെഡ്സപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല വിസിബിളാണ്, നമുക്ക് തീർത്തും കൃത്യമായി തന്നെ വായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 റോ SUV എന്ന് പറയുന്നത് നല്ല ഫണ്ണാണ് ഓടിക്കാൻ, നല്ല കംഫർട്ടബിളാണ് യാത്ര ചെയ്യാൻ, അത്യാവശ്യം ക്യുക്കാണ് എന്നുള്ളതാണ്. വേഗം തന്നെ സ്പീഡിലെത്തുന്നത് 100 കിലോമീറ്റർ സ്പീഡ് എത്താനായിട്ട് എടുക്കുന്നത് 7.7 സെക്കൻഡാണ്. ഈ 7.7 സെക്കൻഡ് എന്ന് പറയുമ്പോൾ മാമത്തായിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം ക്യുക്കാണ് എന്ന് തന്നെ പറയാം. ടേൺ റേഡിയസ് ഈസിയാണ്. സ്റ്റിയറിങ്ങിൻ്റെ ഒരു ലൈറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയെ തീർത്തും കയ്യിൽ നിൽക്കാൻ കൺട്രോൾ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇതിൻ്റെ സെൽഫ് ലെവലിംഗ് സ്പീഡ് അനുസരിച്ച് സെൽഫ് ലെവലിംഗ് ആണ് ആ ഒരു സസ്പെൻഷൻ എന്നുള്ളതാണ്. എയർ സസ്പെൻഷൻ്റെ കുറേ ബെനിഫിറ്റുകൾ ഒന്നാണത്. എന്തും കാണിക്കാമല്ലോ, എയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അണ്ടുലേഷൻസും അല്ലെങ്കിൽ റോഡുകളിലെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വണ്ടിയിലേക്ക് എത്താത്ത വിധത്തിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വൈപ്പേഴ്സ് ഒന്നും കണ്ണിൽ പെടുന്നേ ഇല്ല, വൈപ്പേഴ്സ് കാണുന്നേ ഇല്ല. അപ്പോൾ വൈപ്പറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ മെഴ്സിഡീസ് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വൈപ്പറിനകത്തുള്ള വാഷർ, അതായത് ഗ്ലാസ് വാഷ് ചെയ്യുന്ന ജെറ്റുകൾ എന്ന് പറയുന്ന കാര്യം വോൾവോ ഈ ഒരു വണ്ടിക്കകത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു പുതിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല, പക്ഷേ വോൾവോയ്ക്ക് അത് പുതിയതാണ്, അതുകൊണ്ട് അത് നല്ലതാണെന്ന് പറയാം. ഹെഡ് റൂം, ലെഗ് റൂം അല്ലെങ്കിൽ നീ റൂമൊക്കെ നല്ലതാണ്. സേഫ്റ്റിയുടെ കാര്യങ്ങൾ കവേർഡാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു SUV വാങ്ങാൻ നോക്കുകയാണ്, സേഫ്റ്റിയാണ് നിങ്ങളുടെ ടോപ്പ്
ടോപ്പ് നോച്ച് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വോൾവോയുടെ XC90 ആണ് നിങ്ങളുടെ ചോയ്സ് എന്നുള്ളതാണ്. 1.5 കോടി രൂപയോളം വില വരുന്ന ഈ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ബെൽസ് ആൻഡ് വിസിൽസ് ഉണ്ട്, ഫൺ ഫാക്ടർ ഉണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് നേച്ചർ ഉണ്ട്. അതിൻ്റെ കൂടെ ഈ വണ്ടിയുടെ രൂപം മാറിയപ്പോൾ ഇതിനൊരു വിഷ്വലി ഒരു അപ്പീൽ കൂടി വന്നതാണ്. എനിക്ക് ആ ഒരു 20 ഇഞ്ച് വീലിങ്ങനെ വീലാർച്ച് നിറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു. കൂടാതെ ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ ആ ഒരു ഡിസൈൻ ആദ്യം കണ്ടപ്പോൾ ഒരു ഓക്വേർഡായിട്ട് തോന്നി, പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ട് നമുക്കത് ഇഷ്ടമാവുന്ന ഒരു ലക്ഷണമാണ്. ബാക്കിലെ ലൈറ്റിൻ്റെ ഡിസൈനിൻ്റെ ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലക്ഷറി കാറുകളുടെ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് വിരലിലെണ്ണാവുന്ന അത്ര ഫീച്ചേഴ്സ് അല്ല, അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് എന്നെ പറയുന്നതിൽ വലിയ പോയിന്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ വോൾവോ XC90 എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോളൂ, ഒന്ന് കണ്ടുകൊടുക്കാം. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.